നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടാ വണ്ടി ഒന്ന് നിർത്തണേ. ശ്യാമേ, വാ. നീ മൊത്തം വീഡിയോ പകർത്തിയല്ലോ അല്ലേ? ഉണ്ട്. ഗുഡ്. സത്യാമ്മയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ സുസ്മിതേ? സത്യാമ്മയാണല്ലോ കേസിലെ ജഡ്ജ്. ആ, നീ ഇതെടുക്ക്. ആ, നീ ഇപ്പൊ കാണിച്ചത്ര ബുദ്ധി നിന്റെ ചേച്ചി കാണിച്ചിരുന്നെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലായിരുന്നു. കള്ളം കാട്ടിയ ശ്യാമെ കൈയോടെ പിടിക്കുകയും ചെയ്യായിരുന്നു. ദാ നീ ഇത് വെച്ചോ. അയ്യോ, എനിക്കിതൊന്നും വേണ്ട സുസ്മിതേ. ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ. അറിയാം, പക്ഷേ നീ ഇത് വാങ്ങിച്ചേ പറ്റൂ. നിന്റെ ചേച്ചിയുടെ ജീവനോ ജീവിതത്തിനോ എന്തിനു വേണ്ടിയുള്ള പ്രതികാരത്തിനാണെങ്കിലും നിന്നെ എന്റെ അടുത്ത് എത്തിച്ചത് ദൈവമാ. പക്ഷെ ശാലിനിയോടും അവളുടെ അനിയത്തിയോടും ഉള്ള പക വീട്ടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അതിൽ വേറാരും പങ്കുചേരുന്ന എനിക്കിഷ്ടമല്ല. അതാ നിന്നോട് ഞാൻ പറഞ്ഞത് ഈ പണം എടുത്തോളാൻ. സുസ്മിത ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സുസ്മിതയ്ക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കാത്തത്? ചേട്ടാ വണ്ടി ഒന്ന് നിർത്തണേ. ശ്യാമേ, നീ എന്തെടുക്കായിരുന്നു ശ്യാമേ? ചോദിച്ച കേട്ടില്ലേ എന്ത് കള്ളത്തരം കാണിക്കായിരുന്നു? കള്ളത്തരോ? രോഹിത് എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നേ? ആ ബാഗിലെന്താ കാണിച്ചേ?
ഇങ്ങ കാണിക്കേ. ഹ, ചോദിക്കുന്ന കേട്ടാ തോന്നൂലോ ഈ ബാഗിലോ അലമാരയിലോ രോഹിത്തിന്റെ എന്തോ വില പിടിച്ച സാധനങ്ങൾ ഇരിക്കുവാണെന്ന്. ഹ, എന്റെ മോളുടെ അല്ലാത്ത എന്തേലും ഉണ്ടോ ഇതിനകത്ത്? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ. എന്ത് ബോംബാന്നറിയാലോ. പരിശോധിക്കണ്ടേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നീ അതവിടെ വെച്ചിട്ട് വന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അത് പെട്ടെന്ന് ഉറക്കം തെളിച്ചപ്പോ ഞാൻ അറിയാതെ ഞെട്ടി. ഏതോ കള്ളന്മാർ അലമാര ഉറക്കണമെന്ന് വിചാരിച്ചു. ഞാനാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, ആദ്യത്തെ ഹാങ് ഓവർ മാറാൻ കുറച്ച് ടൈം എടുത്തു. അതാ. ഇറ്റ്സ് ഓക്കെ, വന്ന് കിടക്കാൻ നോക്ക് നീ. സ്പീഡ് കുറയ്ക്കണം മോളെ. എന്തിനാ? അല്ല, ഫയല് നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ചേക്കാം. വേണ്ട, ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളുള്ളതാ. ഈ ഫയൽ നോട്ട് അത്ര നല്ലതല്ല, കണ്ണു പോവും കേട്ടോ മോളെ. നാടിനും നാട്ടുകാർക്കും വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആളാ കളക്ടർ. കാഴ്ച ഇത്തിരി കുറയുമെന്ന് പറഞ്ഞ് ഫയല് നോക്കാതിരിക്കുന്നത് ശരിയാണോ? ജനങ്ങളുടെ എത്രയോ നീറുന്ന പ്രശ്നങ്ങള് ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്റെ മുന്നിൽ എത്തുന്നത്. അറിയാത്ത ആളാണോ രാമേട്ടൻ? ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നാ. ആരോഗ്യം കളഞ്ഞ പിന്നെ എന്ത് കാര്യം? ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ എനിക്കുണ്ട് രാമേട്ട. അത്ര പെട്ടെന്നൊന്നും ഈ ആരോഗ്യം ക്ഷയിക്കില്ല. മോളുടെ ഇഷ്ടം പോലെ ചെയ്താട്ടെ. എന്തായാലും ആ നാവിനോട് വാദിച്ചു ജയിക്കാനൊന്നും ഞാനില്ല. അതെ, ഇത് കുറെ നേരമായല്ലോ. നിങ്ങൾ ആഭരണം പണയത്തിനെടുക്കുന്നോ അതോ സ്വർണം ഒരച്ചെടുക്കുന്നോ? ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം രൂപയ്ക്കുള്ള ആഭരണം ഉള്ളതല്ലേ. ഓരോന്നും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ പണം തരാൻ പറ്റൂ. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടില്ലേ? പെട്ടെന്ന് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടാ വച്ചേ. കൊച്ചിന്റെ ഈ സ്വർണത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, കൊച്ചി നാട്ടുകാരി അല്ല, ഞങ്ങൾക്കാർക്കും പരിചയവും ഇല്ല. കൊള്ളയോ കൊലയോ മറ്റോ നടത്തി സ്വരുക്കൂട്ടിയ മുതലാണെങ്കിൽ ഞങ്ങളുടെ പണം പോകുമെന്ന് മാത്രമല്ല, കേസിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ കൊള്ളയും കൊല്ലയും നടത്തിയ മുതൽ കൊണ്ടുവരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.